മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് മഹാരാഷ്ട്രയിലെ വോട്ട് വിവാദത്തിൽ കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ ചർച്ചയ്ക്ക് വിളിപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 3-നാണ് കൂടിക്കാഴ്ച. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. മഹാരാഷ്ട്രയിലെ വോട്ട് വിവാദം സജീവ ചർച്ചാ വിഷയമാകുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് പ്രതിനിധികളെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നേരത്തെ ഹരിയാന തെരഞ്ഞെടുപ്പിലും സമാന പരാതികൾ ഉയർന്നെങ്കിലും വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വത്തിന് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ മഹാവികാസ് അഘാടി സഖ്യത്തിന് സാധിച്ചെങ്കിലും മാസങ്ങൾക്കിപ്പുറം വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിജയം മഹായുതി സഖ്യവും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഇക്കാലയളവിൽ മഹായുതി സഖ്യ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ കൊണ്ട് മാത്രം വിവാദങ്ങളും സർക്കാർ വിരുദ്ധതയും മറികടക്കാനാകുമോ എന്ന ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. പോളിംഗ് ദിനത്തിൽ അവസാന മണിക്കൂറിൽ വലിയ രീതിയിൽ പോളിംഗ് നിരക്ക് ഉയർന്നിരുന്നു. ഈ സമയം ഏകദേശം 70 ലക്ഷത്തോളം പേർ വോട്ട് ചെയ്യാനെത്തിയെന്നും അതിൽ ക്രമക്കേടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഇതിനു പുറമെ 5 ലക്ഷത്തിലധികം വോട്ടുകളുടെ അന്തരം പോൾ ചെയ്ത വോട്ടുകളിലും എണ്ണിയ വോട്ടുകളിലുമുണ്ടെന്ന വിവാദവും പരാതിയുടെ ആക്കം കൂട്ടുന്നു. പല മണ്ഡലങ്ങളിലും തുച്ഛമായ വോട്ടിനാണ് മഹായുതി സ്ഥാനാർത്ഥികളുടെ വിജയം. അവിടെ എണ്ണിയ വോട്ടുകൾ കൂടുതലാണെന്ന റിപ്പോർട്ടുകളും മുന്നിലുണ്ട്. മാത്രമല്ല, വിവിധ ബൂത്തുകളിൽ മഹാവികാസ് അഘാടിക്ക് 500-നും 1000-നും ഇടയിൽ വോട്ടുകൾ ലഭിക്കുമെന്ന് കരുതിയെടുത്ത 50-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെന്നും പറയുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. പോസ്റ്റൽ വോട്ടുകളുടെ കണക്ക് ഉൾപ്പെടുത്താത്തതാണ് അന്തരത്തിന് കാരണമെന്നായിരുന്നു വിശദീകരണം. പക്ഷേ ഈ വാദങ്ങൾ വിശ്വസിച്ച് പിന്നോട്ടു പോകാനില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. കൃത്യമായ വിശദീകരണവും എങ്ങനെയാണ് അന്തരമുണ്ടായതെന്ന് ബോധ്യമാകുന്നതുവരെ വിഷയം ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.